ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട തുണികൾ വിരിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഈ സോളാർ പാനലിൻ്റെ അടിയിൽ വിരിക്കുമ്പോൾ അത്ര അങ്ങോട്ട് മഴ കൊള്ളില്ല. എന്നാൽ ഒരു ചെറിയ ചൂട് ഇങ്ങനെ വെയിലുദിക്കുമ്പോൾ ചൂട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിരിച്ചിട്ട് വരാം. ഈ ഡിസംബറിലൊക്കെ ഇങ്ങനെ മഴ എന്ന് പറയുന്നത് ആലോചിക്കാനും കൂടി പറ്റില്ല അല്ലേ. നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ തണുത്ത ഒരു അവസ്ഥയല്ലേ. ഇങ്ങനെ ഇപ്പോൾ മഴ എന്ന് പറയുമ്പോൾ ആലോചിക്കാനും കൂടി പറ്റുന്നില്ല. എങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ട്? ഇവിടെ മോളിലേക്ക് വന്നാലേ ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോവും. കാരണം ഇവിടെ അപ്പച്ചനും അമ്മച്ചും കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചെറിയൊരു പോട്ട് പോലെ വെച്ച്, പോട്ടല്ല, ഒരു ചെറിയൊരു കുളം, താമരയുടെ ഷേപ്പൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി, പക്ഷേ അതിൻ്റെ ഉള്ള ആമ്പൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ മീനുകൾ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാം അടിയിലേക്ക് പോയേക്കാം. ഇതങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും. ഇതിൽ വയലറ്റ്, ഇതിൽ മഞ്ഞാന്ന് തോന്നുന്നുണ്ട് പൂവ്. ഞാൻ ഓർക്കണില്ല, മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. ഇത് കണ്ടോ ഈ മാവ്, ഇത് ഈ വർഷം വെച്ചുള്ളൂ കേട്ടോ. ഈ വർഷം കിട്ടി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിൽ നിറയെ ഇത് കണ്ടോ പൂവിട്ടേക്കണേ, ഒരുപാട് പൂവിട്ടിട്ടുണ്ട്. ഉണ്ടാവാൻ അറിയില്ല. കണ്ടോ ചെറിയ ചെറിയ മാവുമ്മ ചെറിയ ചെറിയ മാങ്ങയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പറ്റുന്നില്ല, സൂം ആവണില്ല. ഇതൊക്കെ ഇത് കണ്ട ചെറിയ ചെറിയ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കറ്റാർ വാഴ കണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇത് പൂത്തേക്കണു. അത് ഒടിക്കാതെയാന്ന് തോന്നുന്നുണ്ട് ഇത് പൂത്തത്. എനിക്കറിയില്ല ഇതിങ്ങനെ പൂക്കോ എങ്ങനെയാന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കറ്റാർവാഴ പൂത്തത് ഇങ്ങനെ കാണണേ, പൂവുണ്ടായി നിൽക്കുന്നത് കാണണേ. പിന്നെ കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ വേപ്പിലൊന്നും വാങ്ങാറില്ല കേട്ടോ. നമുക്കുണ്ട് വേപ്പ്, ഇത് ഒരെണ്ണം ഉണ്ട്. പിന്നെ വേറൊരു ഡ്രമ്മും കൂടി ഉണ്ട്, അത് താഴെയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവിടെ നിറയെ ബോഗൺവില്ല ഇങ്ങനെയുണ്ട്, വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം പൂക്കും കുറച്ച് കഴിയുമ്പോൾ. പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ചീര, കണ്ടോ നമ്മുടെ കാന്താരി, വെള്ളക്കാന്താരി. ഇത് നല്ല എരിവുള്ള മുളകാട്ടോ. ഇത് ഒരു കറിക്ക് ഒരെണ്ണൊക്കെ ഇട്ടാൽ മതി. ചാറുകറിയൊക്കെ വേണമെങ്കിൽ അധികം ഇങ്ങനെ എരിവ്, ഈ വെജിറ്റേറിയൻ ചാറുകറിക്കൊക്കെ ഒരെണ്ണം ഇട്ടാൽ മതി, നല്ല എരിവാണ്. ചീര പാവി വെച്ചിട്ടുണ്ട്. തുളസി, ഇതും നല്ല എരിവുള്ള മുളകാട്ടോ. അത് ഒരെണ്ണം ഇട്ടാൽ മതി ഒരു കറിയിൽ, ചാറുകറിയിലൊക്കെ. വെണ്ട ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചീരച്ചേമ്പെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് കണ്ടോ പേരക്ക ഉണ്ടായി നിൽക്കണേ, ചെറിയ ചെറിയ പേരക്കായകളുണ്ട്. പൊട്ടിച്ച് തിന്നാനൊക്കെ തോന്നും, പക്ഷേ ഇതായിട്ട് എല്ലാവരും കൂടി കഴിക്കുന്നതാണല്ലോ നല്ലത്. നമ്മുടെ വിഷമില്ലാത്ത നമ്മുടെ പേരക്കായ അങ്ങനെ നമുക്ക് കഴിക്കാം. ഇടയ്ക്ക് ഓരോന്നും കിട്ടിയ ആയാലും നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കഴിക്കുമ്പോൾ. ഇത് നമ്മുടെ വിയറ്റ്നാം പ്ലാവാന്ന് തോന്നുന്നുണ്ട്, ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതും ആവും കുറച്ച് കഴിയുമ്പോൾ.